ഈ വാരം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ ഒരു പിടി ഹോട്ട് ടോപ്പിക്കുകളും വൈറൽ മൊമെന്റുകളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാടെങ്ങും LPG സിലിണ്ടറിന് വേണ്ടിയുള്ള തിരക്കാണ്. യുദ്ധം രാജ്യത്തെ LPG വിതരണത്തെ കാര്യമായി ബാധിച്ചതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ OpenAIയുടെ ChatGPT പിന്തള്ളി LPG ബുക്കിംഗ് ആപ്പായ ഇന്ത്യൻ ഓയിൽ 1 മുന്നിലെത്തി. പ്രജിത ബാലചന്ദ്രന്റെ റിപ്പോർട്ട് കാണാം. ഇന്നത്തെ AI കാലത്ത് ChatGPTയെ വെല്ലാൻ ആരെങ്കിലുമുണ്ടോ? എന്നാൽ ഉണ്ടെന്നാണ് നിലവിലെ പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ OpenAIയുടെ ChatGPT പിന്തള്ളി ഇന്ത്യൻ ഓയിലിന്റെ LPG ബുക്കിംഗ് ആപ്പായ ഇന്ത്യൻ ഓയിൽ 1 മുന്നിലെത്തിയിരിക്കുകയാണ്. ഗാർഹിക വാണിജ്യ സിലിണ്ടറുകളുടെ ലഭ്യത കുറഞ്ഞതോടെയാണ് ആപ്പിന്റെ മുന്നേറ്റം. LPG വിതരണത്തിന് തടസ്സങ്ങൾ നേരിട്ടതോടെ LPG സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാനും ട്രാക്ക് ചെയ്യാനുമായി ആളുകൾ വൻതോതിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ഓയിൽ 1 വഴി ഉപയോക്താക്കൾക്ക് സിലിണ്ടറുകൾ റീഫില്ല് ചെയ്യാനും ഡെലിവറി സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനും പുതിയ ബുക്കിങ്ങുകൾ എടുക്കാനും കഴിയും. പ്രതിസന്ധി ഘട്ടത്തിൽ ഈ ആപ്പ് വളരെ പ്രയോജനപ്പെടുന്നുവെന്നാണ് വിലയിരുത്തൽ. ബുക്ക് ചെയ്താൽ പോലും ഗ്യാസ് കിട്ടാത്ത സാഹചര്യത്തിൽ ഒരു കുറ്റി ഗ്യാസെങ്കിലും കിട്ടുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. HP Pay, Hello BPCL എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് ഓയിൽ കമ്പനികളുടെ ആപ്പുകളുടെ ഡൗൺലോഡുകളിലും ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ പാചകവാതക ലഭ്യത ഉറപ്പാക്കുന്നതിൽ ഗാർഹിക ഉപയോക്താക്കൾക്ക് സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ടെങ്കിലും വാണിജ്യ LPG വിതരണത്തിൽ ചില നിയന്ത്രണങ്ങൾ പെട്രോളിയം മന്ത്രാലയം ഏർപ്പെടുത്തിയിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ LPG ബുക്കിംഗ് കാലയളവ് 45 ദിവസമാണ്. നഗരങ്ങളിൽ അത് 22. രാജ്യത്ത് കഴിഞ്ഞ ദിവസം മാത്രം 88 ലക്ഷം LPG ബുക്കിംഗുകളാണ് ഉണ്ടായത്. ഇത് സിലിണ്ടറുകൾ ലഭ്യമാകുമോ എന്ന പരിഭ്രാന്തിയിലൂടെ സംഭവിച്ചതാണെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറുകൾ കിട്ടാതായതോടെ ഹോട്ടൽ കാറ്ററിംഗ് മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാണ്. സിലിണ്ടറുകൾ കിട്ടാതായതോടെ ഹോട്ടലുകൾ കൂട്ടത്തോടെ അടച്ചു തുടങ്ങി. കേരളത്തിൽ 20% ഹോട്ടലുകൾ അടച്ചെന്നാണ് കണക്ക്. LPG വിതരണം നിലച്ചതോടെ പ്രധാന നഗരങ്ങളിലുൾപ്പെടെ ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നത് തുടരുകയാണ്. വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാലും പാചകവാതകം കിട്ടാതെ ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ വീടുകളിലെ VIP ആയ LPG സിലിണ്ടറുകളെ കാത്തിരിക്കുകയാണ് പല അടുക്കളകളും. സന്ദേശത്തിലെ കോട്ടപ്പള്ളി പ്രഭാകരനെയും പ്രകാശിനെയും ഓർമ്മയില്ലേ? എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന ചിത്രമായി സന്ദേശം വീണ്ടും മാറിയിരിക്കുകയാണ്. ഇത്തവണ നിലവിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് കോട്ടപ്പള്ളി പ്രഭാകരന്റെ വാക്കുകളാണ്. അതെന്താണെന്ന് ജയേഷ് കൃഷ്ണൻ പറയും. പശ്ചിമേഷ്യ അശാന്തമായി തുടരുകയാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചപ്പോൾ ലോകം മുഴുവൻ അതിന്റെ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് ആദ്യം ആരും കരുതി കാണില്ല. ഇന്നിതാ യുദ്ധം തുടങ്ങിയ ആഴ്ചകൾ പിന്നിടുമ്പോൾ ഇങ്ങ് മലയാളികളെ വളരെയധികം ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെയാണ് നമ്മളെയും യുദ്ധത്തിന്റെ ഭീകരത ബാധിച്ചു തുടങ്ങിയത്. രാജ്യത്ത് LPG ക്ഷാമം രൂക്ഷമായി. വാണിജ്യ സിലിണ്ടറുകൾ നിർത്തലാക്കി. ഗാർഹിക സിലിണ്ടറുകൾക്ക് ആവശ്യക്കാർ ഏറെയായി. യുദ്ധം ലോകത്ത് എവിടെ നടന്നാലും അത് മനുഷ്യരെ നേരിട്ടും അല്ലാതെയും ബാധിക്കുമെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ഇതിനിടെയാണ് ശ്രീനിവാസിന്റെ തിരക്കഥയിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത സന്ദേശം സിനിമയിലെ കഥാപാത്രമായ സഖാവ് കോട്ടപ്പള്ളി പ്രഭാകരന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായി മാറിയിരിക്കുന്നത്. മാതാപിതാക്കളുടെ മുന്നിൽ കലഹിക്കുന്ന കോട്ടപ്പള്ളി പ്രഭാകരനും അനിയൻ പ്രകാശിനും തമ്മിലുള്ള സംഭാഷണമാണ് നിലവിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ചിത്രത്തിൽ ഇരുവരും തമ്മിലുള്ള തർക്കത്തിനിടെ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ എന്തിനാണ് അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത് എന്ന പ്രകാശന്റെ ചോദ്യത്തിന് മറുപടി എന്നോണം മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ എന്ന കോട്ടപ്പള്ളി പറയുന്ന മറുപടിയാണ് ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത്. അന്ന് തമാശ പോലെ കണ്ട കാര്യം ഇന്നാലോചിക്കുമ്പോൾ അത് വെറുമൊരു തമാശ മാത്രമല്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ജയറാം, ശ്രീനിവാസൻ, തിലകൻ, കവിയൂർ പൊന്നമ്മ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത 1991 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സന്ദേശം. ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രം എന്ന നിലയിലാണ് റിലീസ് ചെയ്ത ആദ്യഘട്ടത്തിൽ സിനിമ വിലയിരുത്തപ്പെട്ടിരുന്നത്. എന്നാൽ കാലം മാറും തോറും സന്ദേശം എല്ലാ കാലത്തേക്കുമുള്ള ഒരു സന്ദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
സന്ദേശം സിനിമ എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. കേരള രാഷ്ട്രീയം മുതൽ ഇപ്പോൾ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ വരെയായി ചർച്ച. ചിത്രം റിലീസ് ചെയ്ത് 35 വർഷം പിന്നിടുമ്പോഴും കേരള രാഷ്ട്രീയം അടിസ്ഥാനപരമായ ഘടകങ്ങളിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് ഈ സിനിമ അടിവരയിടുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ പ്രഖ്യാപനം എത്തിക്കഴിഞ്ഞു. ആഗോള K-pop വിസ്മയം BTS വമ്പൻ തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. തിരിച്ചുവരവിനോടൊപ്പം തന്നെ പുതിയ സംഗീത ആൽബവും BTS പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വപ്ന സുജിത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരുടെ 4 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ദക്ഷിണ കൊറിയൻ പോപ്പ് ഇതിഹാസങ്ങളായ BTS തങ്ങളുടെ ഔദ്യോഗിക തിരിച്ചുവരവ് പ്രഖ്യാപിച്ചു. 2022 പുറത്തിറങ്ങിയ പ്രൂഫ് എന്ന ആൽബത്തിന് ശേഷം അംഗങ്ങൾ നിർബന്ധിത സൈനിക സേവനത്തിനായി പോയതോടെയാണ് BTS ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് താൽക്കാലിക വിരാമമായത്. ഈ കാലയളവിൽ അംഗങ്ങൾ ഓരോരുത്തരും സോളോ പ്രൊജക്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിലും 7 പേരും ഒന്നിച്ചുള്ള ഒരു പൂർണ്ണ തിരിച്ചുവരവിനായി BTS ആർമി വലിയ പ്രതീക്ഷയിലായിരുന്നു. ആ കാത്തിരിപ്പുകൾക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് ഈ മാസം RM, ജിൻ, സൂഗ, ജെഹോപ്പ്, ജിമിൻ, V, ജംഗുക് എന്നിവർ വീണ്ടും ഒന്നിക്കുകയാണ്. BTS തിരിച്ചുവരവിന്റെ ഭാഗമായുള്ള ആദ്യ വമ്പൻ സംഗീത പരിപാടി മാർച്ച് 21 ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സിയോളിൽ നടക്കും. സിയോളിന്റെ ഹൃദയഭാഗത്തുള്ള ഗ്യാങ് വാമുൻ സ്ക്വയർ മുതൽ സിറ്റി ഹാൾ വരെ നീളുന്ന ഈ ബൃഹത്തായ പരിപാടിയിൽ ഏകദേശം 2.6 ലക്ഷം ആരാധകർ പങ്കെടുക്കുമെന്നാണ് ദക്ഷിണ കൊറിയൻ ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയം കണക്കാക്കുന്നത്. 2002 ഫിഫ ലോകകപ്പിന് ശേഷം രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ പൊതുപരിപാടിയായി ഇത് മാറും. ആരാധകർക്ക് സൗജന്യ പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഈ പരിപാടി നെറ്റ്ഫ്ലിക്സ് വഴി 190 രാജ്യങ്ങളിൽ തത്സമയ സംപ്രേഷണം ചെയ്യും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 ആരാധകർക്ക് ഈ ലൈവ് കോൺസേർട്ട് ആസ്വദിക്കാം. സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് വിപുലമായ സജ്ജീകരണങ്ങളാണ് കൊറിയൻ സർക്കാർ ഈ പരിപാടിക്കായി ഒരുക്കിയിരിക്കുന്നത്. തിരിച്ചുവരവിനോടൊപ്പം തന്നെ പുതിയ സംഗീത ആൽബവും BTS പ്രഖ്യാപിച്ചിട്ടുണ്ട്. അരിരംഗ് എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ ആൽബം ഉടൻ പുറത്തിറങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ. 7 പേരും ഒന്നിച്ചാൽ ഞങ്ങൾക്ക് എന്തും നേടാം എന്ന ലീഡർ RMന്റെ വാക്കുകൾ ഉൾപ്പെടുത്തിയ അരിരംഗ് ട്രെയിലർ ഇതിനോടകം തന്നെ നെറ്റ്ഫ്ലിക്സിൽ തരംഗമായി കഴിഞ്ഞു. ഇതിന് പിന്നാലെ ആൽബം നിർമ്മാണത്തിന്റെ പിന്നാമ്പുറ കാഴ്ചകൾ ഉൾപ്പെടുത്തിയ BTS ദി റിട്ടേൺ എന്ന ഡോക്യുമെന്ററിയും റിലീസ് ചെയ്യും. ആരാധകരുടെ പ്രിയപ്പെട്ട ഗാനമായ മൈക്രോ കോസ്മോസ് പശ്ചാത്തലത്തിൽ ഉൾപ്പെടുത്തിയ ട്രെയിലർ ആരാധകർക്കിടയിൽ വലിയ വികാരമാണ് ഉയർത്തുന്നത്. 2013 ദക്ഷിണ കൊറിയയിലെ ഒരു ചെറിയ സ്റ്റുഡിയോയിൽ നിന്ന് ആരംഭിച്ച BTSന്റെ യാത്ര ഇന്ന് ആഗോള സംഗീത ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വിജയഗാഥയാണ്. സംഗീതത്തിലൂടെയും സാമൂഹിക പ്രതിബദ്ധതയുള്ള വരികളിലൂടെയും അവർ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കി. ഡൈനാമൈറ്റ്, ബട്ടർ തുടങ്ങിയ ആഗോള ഹിറ്റുകളിലൂടെ ഗ്രാമി നാമനിർദ്ദേശവും ബിൽബോർഡ് ചാർട്ടുകളിൽ 1ാം സ്ഥാനവും നേടിയ അവർ K-പോപ്പിനെ ഒരു ആഗോള പ്രതിഭാസമായി മാറ്റിമറിച്ചു. ഭാഷാഭേദമന്യേ സംഗീതത്തിന് ജനങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഈ 7-അംഗ സംഘം സൈനിക സേവനത്തിന് ശേഷമുള്ള തങ്ങളുടെ 2ാം വരവിലും പുതിയ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണിപ്പോൾ. 2026-27 വർഷങ്ങളിലായി BTS ഒരു വമ്പൻ വേൾഡ് ടൂറും പദ്ധതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച, ഇനി അടുത്ത ബുധനാഴ്ച കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം പൂജ രമേശ് ആൻഡ് കീപ് വാച്ചിങ് 24.